അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 8:3 വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. നമ്മുടെ മുൻപിൽ ആന്തര സൗന്ദര്യമില്ലാത്ത വാക്കുകളുമായി പലരും വരും. വിവേകത്തിൻ്റെ, വിശുദ്ധിയുടെ അംശം തൊട്ടു തീണ്ടാത്ത വെറും വാക്ക് ഉതിർത്ത് അപരൻ്റെ നിൻ്റെ മനോസൗന്ദര്യത്തെ, ആന്തര സൗഖ്യത്തെ, ഹൃദയ സമാധാനത്തെ തകർക്കുന്ന പലരും മുൻപിൽ വന്ന് ചാടും. കുറുകെ പായുന്ന ബോധമില്ലാത്ത പന്നി പായും പോലെ ഇരയുടെ പിന്നാലെ ലക്ഷ്യം വെച്ചോടുന്ന ചീറ്റയെ പോലെ ചിലർ വാക്കുകളുമായി വരും. അവരുടെ മുൻപിൽ നിന്റെ പ്രതിധ്വനിയുടെ വാക്പദങ്ങൾ വിശുദ്ധിയോടെ അർപ്പിക്കേണ്ടതിന് പകരം അവൻ്റെ അശ്ലീലങ്ങളും അവൻ്റെ അസഭ്യങ്ങളും അവൻ്റെ വിവേകമില്ലാത്ത മുനപോയ ശരം പോലെ വരുന്ന വാക്കുകളുടെ മുമ്പിൽ നിന്റെ വിശുദ്ധി തകർക്കാൻ നീ അവനോട് വായാടിയോട് എന്നതുപോലെ ഒഴിഞ്ഞു മാറണം. അല്ലെങ്കിൽ അവനുതിർക്കുന്ന കാട്ടുതീ പോലെ വരുന്ന അഗ്നിയിലേക്ക് നിന്റെ വിറകെറിയൽ പോലെ ആയിരിക്കും വാക്കുകൾ. വിശുദ്ധിയുള്ളവനോട്, വിവരമുള്ളവനോട്, വിവേകവും അതിൻ്റെ സൗന്ദര്യവുമായി വാക്കുകൾ ഒരു ഹാരം പോലെ കോർത്ത് നിന്നിലേക്ക് വരുമ്പോൾ നീ പ്രതികരിച്ചാൽ നല്ല നല്ല പ്രകാശം പരത്തുന്ന ഒരു വിളക്കിലേക്ക് കത്താൻ ഒഴിക്കുന്ന എണ്ണ പോലെയാണത്. വിവേകവതികളായ കന്യകമാർ കരുതിയ സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, കരുതലിൻ്റെ, വിവേകത്തിൻ്റെ, വിശുദ്ധിയുടെ, വിജ്ഞാനത്തിൻ്റെ ഒരു എണ്ണയാണത് ആ വാക്കുകൾ. അല്ലാത്ത പക്ഷം ഈ വായാടിയുടെ തീയിലേക്ക് നീ വിറകെറിയും പോലെയായിരിക്കും വാക്കുകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആരാണ് മുന്നിൽ, എന്താണ് പറയുന്നത്, അവന് വിവേകവും വിശുദ്ധിയും വിജ്ഞാനവും അതിൻ്റെ സൗന്ദര്യവും ഉണ്ടോ ഇല്ലേ. സ്ഥലം വിടുക, മൗനം പാലിക്കുക. വിവേകവതിയുടെ മൗനം ജ്ഞാനത്തിൻ്റെ നിറകുടം പോലെ ഇരിക്കും. അത് പരിശ്രമിക്കുക, കരുതലോടെ നിലകൊള്ളുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.